നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും ഈ ഒരു സമ്മറിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കിലിയൻ എംബപ്പയെ സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് കാലമായി റയൽ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു, അതിപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻട്രിക്കും ഈ ഒരു സമ്മറിൽ തന്നെയാണ് റയലിനോടൊപ്പം ജോയിൻ ചെയ്തത്. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് താരങ്ങളെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് തങ്ങളുടെ ടീം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ എന്നാണ് ക്ലോസ് ചെയ്യുക? യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ പല തീയതികളിലായിക്കൊണ്ടാണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. ലാ ലിഗ, പ്രീമിയർ ലീഗ്, ലീഗ് 1 അഥവാ സ്പെയിൻ, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. അതായത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഡെഡ്ലൈൻ ഡേ ആയിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ലീഗിൽ അഥവാ സിരി എയിൽ ഓഗസ്റ്റ് 31-ാം തീയതിയാണ് അവസാനത്തെ ദിവസം. ഇനി ജർമ്മനിയിൽ അഥവാ ബൂണ്ടസ് ലീഗയിൽ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഡച്ച് ലീഗിൽ അഥവാ നെതർലൻഡ്സിൽ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുക. ബെൽജിയം സെപ്റ്റംബർ 6-ാം തീയതിയാണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിപ്പിക്കുക. പോർച്ചുഗീസ് ലീഗിൽ സെപ്റ്റംബർ 16 വരെ സമയമുണ്ട്. 16-ാം തീയതിയാണ് അവസാനത്തെ ഒരു തീയതിയായി കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലീഗുകളിലെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഈ ഒരു ട്രാൻസ്ഫറുകൾ പരമാവധി നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. FC ബാഴ്സലോണ കേവലം ഒരു സൈനിങ് മാത്രമാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. അതേസമയം ലിവർപൂൾ ഇതുവരെ സൈനിങ്ങുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കൂടുതൽ നീക്കങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം.